ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ചാനൽ ഋഷീസ് ലൈഫ് അൺകട്ട്. രാവിലെ തന്നെ മോളെയും കൂട്ടിയിട്ടതേ നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. കഷ്ടകാലം എന്ന് പറയാലോ. ഇന്നത്തെ ദിവസം നമ്മുടെ നാട്ടിൽ അഴീക്കോട് ഭാഗത്തെ ബസ്സുകളൊന്നും ഓടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മോളെ കൊണ്ടുവിടാൻ അവർക്ക് സ്കൂൾ പറഞ്ഞ് സെക്കൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ മോളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടല്ലെന്ന് വിചാരിച്ച് റിജുവായിട്ട് ലീവ് എടുത്തിട്ട് നമ്മളെ കൊണ്ടുവിടുകയാണ്. അപ്പം ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ്. അപ്പം രാവിലെ തന്നെ നമ്മളെല്ലാവരും എണീച്ച് റെഡി ആയിട്ട് ആമി മോളെ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. ആമി മോൾക്ക് ഇപ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. സാധാരണ അവൾ ആദ്യത്തെ ദിവസമൊക്കെ കരഞ്ഞു മെഴുകിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഡാഡിയുടെ കയ്യും പിടിച്ച് നല്ല മോളായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിട്ടോ. അതുകൊണ്ട് തന്നെ മോള് കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. സ്കൂളിലെത്തിയിട്ട് നമ്മളോട് നല്ല മോളായിട്ട് ടാറ്റയൊക്കെ പറഞ്ഞു ഫ്ലൈങ് കിസ്സൊക്കെ തന്ന് അവൾ പോവുകയാണ്. ഇനി 12 മണി വരെ നമ്മൾ അവളെ വെയിറ്റ് ചെയ്യണം. റിജുവേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. പക്ഷേ വീട്ടിൽ പോയിട്ട് ആദ്യം പിന്നെ ഡ്രസ്സൊക്കെ മാറി വരുത്ത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, അത്രയും ടൈം നമ്മൾ ജസ്റ്റ് പോകും വരവും തന്നെ ടൈം പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പം ബർത്ത്ഡേയും കൂടെ ആണല്ലോ, അപ്പം നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബേബി ബീച്ചിൽ കുറച്ച് സമയം പോയി. മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ബേബി ബീച്ച് എന്ന് പറയുന്ന സ്ഥലം എന്താണ്, നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ മഴക്കാലത്തൊന്നും ആപ്റ്റായിട്ടുള്ളൊരു പ്ലേസ് അല്ല കേട്ടോ. ഇങ്ങനെ ഒരു തുറസായിട്ടുള്ള സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു ടൈമൊക്കെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി മഴ പോയി വെയിൽ വന്ന് തുടങ്ങി കേട്ടോ. പക്ഷേ അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഗസ്റ്റ് ഹൗസിൽ പോവാം, അവിടെ പോയി ഇരുന്നിട്ടാകുമ്പം അവിടെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാനൊക്കെ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ഇതേ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ടുണ്ട്, കണ്ണൂർ ഗസ്റ്റ് ഹൗസ്. ഞാനിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി. ആമി ഇല്ലാത്ത എൻ്റെ വിഷമമുണ്ട് കേട്ടോ. കാരണം നമ്മൾ എവിടെ പോകുന്നതാണെങ്കിലും മോളെ കൂട്ടാറുണ്ട്. നമ്മളങ്ങനെ അവളെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് മോളെ കൂട്ടാതെ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകുന്നതാണെങ്കിലും മോളെ കൂട്ടിയിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്കൊരു കുഞ്ഞില്ല എന്നുള്ളൊരു മിസ്സിങ് ഫീൽ ഉണ്ട് കേട്ടോ. അപ്പോൾ കടൽ നല്ല രസമല്ലേ കടൽ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആമി മോൾക്കുള്ള വെയിറ്റിങ്ങിലാണ്. കുറേ സമയം ടൈമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്ത് മോള് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് അവരുടെ ക്ലാസ് റൂം ആണെന്ന് കുറേ പേര് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ക്ലാസ് അല്ല കേട്ടോ, അവർ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പാരൻസിനെ വെയിറ്റ് ചെയ്യുന്ന ഏരിയ ആണിത്. ഒരുപാട് പേര് പറഞ്ഞു കുട്ടികൾ നിലത്താണോ ഇരിക്കുന്നത്. ആ നിലത്തല്ല, അവർക്ക് ക്ലാസ്സിൽ മേശയും കസേരയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് അവർ നമ്മളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. 2 ഡിവിഷനുണ്ട്, എയും ബിയും. അപ്പോൾ എ ക്ലാസ്സിലെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ ബി ക്ലാസ്സിലെ കുട്ടികളെ വിടുള്ളൂ. അപ്പോൾ അതുവരെ കുട്ടികൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ നമ്മൾ ഞാനായിരുന്നു കൂട്ടാൻ പോയിട്ടുണ്ടായത്. അപ്പം ഡാഡേനെ കണ്ട് ഡാഡേൻ്റെ അടുത്തൊക്കെ പോയി. പെൺകുട്ടിക്ക് പിന്നെ അച്ഛൻ എന്ന് പറയുമ്പം അങ്ങനെ ആണല്ലോ അല്ലേ. എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അച്ഛൻ എന്ന് പറയുമ്പം ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ വിടുമ്പോഴേക്കും ഒരു 12:15 ആയല്ലോ. അപ്പോൾ പിന്നെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കെന്ന് ചോറ് തിന്നിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായത് കണ്ണൂർ തന്നെ ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് കിട്ടുന്ന ഒണ്ടൈൻ ഹോട്ടലിലാണ് കേട്ടോ. ഒണ്ടൈൻ ഹോട്ടലിൽ പോയി നല്ല ചോറും സാമ്പാറും മീൻ കറിയും വറവും പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ആമി മോൾക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീനാണ് കേട്ടോ. അപ്പം ഞാൻ ചെമ്മീനും വാങ്ങിച്ചു, റിജുവേട്ടൻ കൂന്തലും വാങ്ങിച്ചു. ചെമ്മീൻ റോസ്റ്റും റിജുവേട്ടൻ കൂന്തൽ റോസ്റ്റുമാണ് വാങ്ങിച്ചത്. അതാകുമ്പോൾ അവൾ ചോറുണ്ണുമല്ലോ. ഈ കറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുന്നതിനേക്കാളും എന്തെങ്കിലും പൊരിച്ചതൊക്കെ ആകുമ്പോഴായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഉണ്ടാവുക. അപ്പം ഞാൻ അവളെ ഇഷ്ടം പ്രകാരം ചെമ്മീൻ വാങ്ങിച്ചു. റിജുവേട്ടൻ നല്ല കൂന്തൽ ഫ്രൈയും വാങ്ങിച്ചു കേട്ടോ. കണ്ണൂർ ഉച്ച സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഒണ്ടൈൻ ഹോട്ടൽ എന്ന് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഞാനൊന്ന് ഫ്രഷൊക്കെ ആയി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ 3 മക്കളും വന്ന് എന്നോട് കളിക്കുന്നുണ്ട്. 3 മക്കൾ ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെ എനിക്ക് 3 മക്കളാണെന്നൊന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇത് 3 എൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ പ്രസവിച്ചതായിട്ട് ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി 2 റിജുവേൻ്റെ ഏട്ടൻ്റെ മക്കളാണ്.
ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഉറങ്ങി സന്ധ്യ ആയപ്പോഴാണ് നമ്മുടെ ചിലങ്ക ടീമുണ്ടല്ലോ, ചിലങ്ക ടീം സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നു. സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്രൈസ് തന്നെയാണ്. സർപ്രൈസ് അല്ലേന്ന് വെച്ചാൽ സർപ്രൈസ് അല്ല. കാരണം നമ്മളെ ടീമിലെ എല്ലാവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, അവരെന്തായാലും വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം എന്തേ നല്ല റെഡ് വെൽവെറ്റ് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് അവർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മുടെ ടീമിൽ ടോട്ടൽ 10 ആൾക്കാരാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെന്തായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാണ്. അങ്ങനെ പിറന്നാളപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാണ്. ബർത്ത്ഡേ കേക്ക് നമ്മളെല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഓരോരോ സംസാരത്തിലായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് കാണുന്നത് കൊണ്ട് ഇതവണ എനിക്ക് കിട്ടിയില്ല കുട്ടി സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. സർപ്രൈസ് ഗിഫ്റ്റ് തന്നതുകൊണ്ട് മാത്രമല്ല ഞാനിത് കാണിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ എന്നെ വിഷ് ചെയ്താൽ പോലും എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ് കേട്ടോ അത്. ഇത് പിന്നെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർ വരാനിരുന്നതായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോഴാണ് നമ്മുടെ ടീം ചിലങ്കയുടെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു എന്നാൽ പിന്നെ പിറ്റേന്ന് പോവാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവർ എന്നെ നെക്സ്റ്റ് ഡേ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോയി. നമ്മളിപ്പം നമ്മുടെ ചാൽ ബീച്ചിൽ നിന്നായിരുന്നു കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല രസമായിരുന്നു. അത് ഒന്നാമത് നല്ല നൈറ്റ് വൈബ് ആയിരുന്നു കേട്ടോ. ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവർ വരും എന്നുള്ള കാര്യം. പ്രതീക്ഷിക്കാതെ അവർ വന്നു. കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ പിന്നൊന്നും പറയണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ചാൽ ബീച്ചിൽ നിന്നായിരുന്നു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായത്. വളരെ സന്തോഷം. ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? രാവിലെ വരെ ചെയ്തിട്ടില്ല, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ഒരു പകുതി പെൻസിൽ തരുമോ? പിന്നെ അതിന് ശേഷം സർപ്രൈസായിട്ട് അവർ ഗിഫ്റ്റ് തന്നു കേട്ടോ. അപ്പം ഞാനതിങ്ങനെ അൺബോക്സ് ചെയ്യാണ്. എന്താണ് എനിക്ക് കണ്ടപ്പോൾ ഒരു ചപ്പലൊക്കെ പോലെ ഇരുന്ന് തോന്നിയിട്ടുണ്ടായത്. അപ്പം ഞാനത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അൺബോക്സ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ വെട്ടം സിനിമയിലെ ദിലീപ് അടിച്ചു മാറ്റുന്നൊരു പ്രതിമയില്ലേ, മക്കസൈ റംബോ, അതുപോലത്തെ ഒരു സാധനം എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഹാപ്പിയാണ്. അവരെനിക്ക് സർപ്രൈസായിട്ട് ഓരോന്ന് ചെയ്യുമ്പം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നാറുണ്ട്. ഒന്നാമത് നമ്മൾ സ്പെഷ്യലാണ് എന്ന് തോന്നുന്ന ഒരു ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ. ഒരുപാട് ആൾക്കാർ നമ്മളെ വിഷ് ചെയ്യും. ചിലരൊന്നും മിണ്ടില്ലെങ്കിലും ബർത്ത്ഡേക്കെങ്കിലും ഹാപ്പി ബർത്ത്ഡേ പറയും അല്ലേ. അതൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ഒരു നല്ല ദിനം ആഘോഷിക്കാനുണ്ട് എന്ന് അറിയുന്നതും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു തട്ടുകടയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെമ്പിടകൾ മാത്രമാണ് നല്ല വൈബുള്ള കാര്യമായിരുന്നു. ഇത്തവണത്തെ ബർത്ത്ഡേ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഒരുപാട് പേരെന്നെ വിഷ് ചെയ്തു, ഒരുപാട് പേരെന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി വരാനിരിക്കുന്ന എല്ലാ ബർത്ത്ഡേസും എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഞാൻ നേരാണ്. പിന്നെ ഒരുപാട് ലവ് യു ഓൾ. ബൈ.